ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മണിപ്പുട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ സമയം കുറവുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് കാണാം. അപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു. എന്നിട്ട് നമ്മളത് തണുത്ത് പോകാതെ പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ മണിപ്പുട്ടുണ്ടാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. അത് നല്ല തരിയുള്ള പുട്ടുപൊടിയാണ്. പാക്കറ്റിൽ വാങ്ങുന്ന പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ നൈസ് പൊടി വെച്ച് ഉണ്ടാക്കും. അപ്പോൾ എനിക്കിത് കുറച്ച് കൊള്ളാമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എടുത്ത് ഇങ്ങനെ ചെറിയ ബോളുകളാക്കാൻ പറ്റിയ ആ ഒരു ടെക്സ്ചറിൽ ഞാൻ മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആക്കിയിട്ടില്ല. ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ചെറിയ ബോളുകളായി ഉരുട്ടി കൊണ്ടിരിക്കാൻ സമയം ഇല്ല എന്നുള്ളവർക്ക് നമുക്കിതുപോലെ നമ്മൾ വെറുതെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ബോളുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ പൊടിച്ച് ചേർക്കാതെ ആ ബോളുകൾ തന്നെ അങ്ങനെ വെച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇതിനെ ഉടച്ചുടച്ച് ചേർത്ത് കൊടുക്കും. ഇതാ നമ്മൾ അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ വരുന്നതിന് ഇതുപോലെ തന്നെ പുട്ടുണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ശരിക്കും അങ്ങനെ ബോൾ പോലെ ആക്കിയെടുക്കണമെന്നില്ല. ചെറിയ ബോൾസ് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ വരും. അതിനെ അങ്ങനെ എടുത്ത് അതും കൂടെ ഇട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ചെറുതായിട്ടിങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യാതെ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അധികം മുറ്റി പോകാത്ത നല്ല വൈറ്റ് പാർട്ട് ചിരകിയെടുക്കണം. അടിഭാഗത്ത് വരുന്നത് പുട്ടിനൊക്കെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുക്കറിൽ വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത്. ഇപ്പോൾ ബോളുകൾ കുറച്ച് വലുതാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വയ്ക്കേണ്ടി വരും. കുറഞ്ഞത് ഒരു 8-10 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റി എടുക്കാം. ഇത് അടപ്പ് അടച്ച് ആവി കയറ്റാം.
അപ്പോൾ നമ്മൾ മണികൾ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം. സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെറുതായി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ മാവ് മിക്സ് ചെയ്ത് വരുമ്പോൾ ബോളുകൾ വരും. അതിനെ മാറ്റി വെച്ച് നമ്മളെ കൈ ഉപയോഗിച്ച് കറക്കി എടുക്കുമ്പോൾ ഈ മാവുകൾ ഉരുണ്ട് വരും. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് എളുപ്പത്തിൽ ചെയ്യാം. ഉരുട്ടി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുത്തു. ഇതിൻ്റെ സൈഡ് ഡിഷ് നമുക്ക് ഏത് വേണമെങ്കിലും കഴിക്കാം. പഞ്ചസാര വേണമെങ്കിലും പഞ്ചസാര വെച്ച് കഴിക്കാം. ഇപ്പോൾ ചമ്മന്തിപ്പൊടി വെച്ച് കഴിക്കുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുട്ടിന് കഴിക്കുന്ന എരിവുള്ള കറികൾ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ 1 കപ്പ് മാവ് 240 ml അളവ് കപ്പിൽ 1 കപ്പ് മാവ് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു 3-4 വരെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.